നമസ്കാരം. ഇത് അമേരിക്ക ഇറാൻ യുദ്ധത്തിൻ്റെ വേറിട്ട ഒരു വിശകലനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കോൺസ്പിറസി തിയറി എന്ന് വിളിക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നോ ഇതിങ്ങനെയാണെന്നോ ഒന്നുമല്ല അർത്ഥം. ഇങ്ങനെയും സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതങ്ങനെയാണോ സംഭവിച്ചതെന്നുള്ളത് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഈ യുദ്ധത്തെ നോക്കിക്കാണുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടാണ്. അതായത് എങ്ങനെയൊക്കെയാണോ അത് സംഭവിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിനെ നോക്കിക്കാണുന്നത്, വിശകലനം ചെയ്യുന്നത്. അങ്ങനെയുള്ള വിശകലനം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, അമേരിക്കയും ഇസ്രായേലും കടുത്ത പരാജയത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ ലോകം തന്നെ ഇപ്പോൾ ഈ യുദ്ധം മൂലം ബാധിക്കപ്പെട്ട് കഴിഞ്ഞ് നമ്മുടെ രാജ്യത്തിന് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനിപ്പോൾ ഈ യുദ്ധം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനെ നമ്മൾ ഇതുവരെ കണ്ട കാരണങ്ങളിൽ നിന്നൊക്കെ മാറി മറ്റൊരു തലത്തിൽ, മറ്റൊരു ആംഗിളിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ 2 റീസൺസാണ് ഞാൻ ഈ കോൺസ്പിറസി തിയറിയിൽ കൊണ്ടുവരുന്നത്. അതിലൊന്നാമത്തേത് നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ നാളെ ഒരു പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ വെറും പൊട്ടന്മാരായിരുന്നല്ലോ എന്നാരും പറയരുത്. അതിനുവേണ്ടിയാണ് ഈ ഒരു പോസിബിലിറ്റി ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം അമേരിക്കയും ഇറാനും ഇസ്രായേലും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണോ എന്നതാണ്. അങ്ങനെ സംഭവിക്കാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് നമ്മൾ പലരും പറഞ്ഞേക്കാമെങ്കിലും ഞാൻ ഈ സാധ്യത കാണുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ആയത്തുള്ള അലി ഖമനേയി ആയിരുന്നു ഇറാൻ്റെ പരമോന്നത നേതാവ്. പരമോന്നത നേതാവ് എന്ന് പറഞ്ഞാൽ ഇറാനിലെ അധികാരത്തിൻ്റെ അവസാന വാക്കായിരുന്നു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ ഇറാനിൽ അത് നിയമമാണ്. ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് മുമ്പിരുന്നത് റൂഹുള്ള ഖൊമൈനി എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്നാൽ ഇദ്ദേഹത്തിന് ശേഷം ആ സ്ഥാനത്തേക്ക് ആര് വരും എന്നതിനെക്കുറിച്ച് വലിയ വ്യക്തതയൊന്നും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ചില നോമിനികളെ വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ നോമിനികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ടായിരുന്നില്ല എന്നതും നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഇപ്പോൾ പരമോന്നത നേതാവായിട്ട് മാറിയിരിക്കുന്ന മുജ്താബ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ചിന്തിക്കുകയാണ്, ഈ മുജ്താബ ഖമനേയി ഇറാനിൻ്റെ പരമോന്നത നേതാവാകാൻ ആഗ്രഹിച്ചിരുന്നു. അച്ഛൻ്റെ ശേഷം ഞാനായിരിക്കണം ആ സ്ഥാനത്തിരിക്കേണ്ടത്, അതിനുള്ള യോഗ്യത എനിക്കാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നിരിക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ യാഥാസ്ഥിതികനായിരുന്നു. കുടുംബവാഴ്ച രാഷ്ട്രീയത്തിൽ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിരുന്ന, അല്ലെങ്കിൽ ഇത് ഇസ്ലാമിക് റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പിരുന്ന ഷാ കുടുംബം അവരുടെ ഒരു കുടുംബ സ്വത്തായിട്ടാണ് ഇറാനെ കണ്ടിരുന്നത്. കുടുംബവാഴ്ചയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ അത് പാടില്ല എന്ന കർക്കശമായ നിലപാട് ആയത്തുള്ള അലി ഖമനേയി എടുത്തിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് നോമിനിയായിട്ട് വെക്കാഞ്ഞത്. നമ്മൾ ചിന്തിക്കുകയാണ്, മുജ്താബയ്ക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. മുജ്താബ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ട് മാറാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് ചിലരൊക്കെ തന്നെ ഇറാൻ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അത് ഏത് രീതിയിലായിരിക്കണം ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ അവർ ഏറെക്കാലമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നിരിക്കണം. അങ്ങനെ ചെയ്ത ചർച്ചയുടെ പര്യവസാനമായിരിക്കണം ഈ യുദ്ധം. കാരണം ഈ യുദ്ധത്തിന് പ്രത്യേകിച്ച് ഒരു കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല. അമേരിക്കയും ഇസ്രായേലും പറഞ്ഞിട്ടുള്ള എല്ലാ കാരണങ്ങളും യാതൊരു റിലവൻസും ഇല്ലാത്ത കാരണങ്ങളാണ്. വെറുതെ ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു യുദ്ധം. അവർ പറഞ്ഞ ന്യൂക്ലിയർ കേസ് നമുക്കറിയാം, തള്ളിക്കളയേണ്ട കാര്യമാണ്. കാരണം ഇറാൻ പറഞ്ഞിരുന്നു, ആർക്ക് വേണമെങ്കിലും കയറി പരിശോധിക്കാം, ഞങ്ങൾക്ക് ബോംബുണ്ടാക്കാനുള്ള യാതൊരു ഇൻറ്റൻഷനുമില്ല. അപ്പോൾ അങ്ങനെ അവർ പറയുമ്പോൾ ഈസിയായിട്ട് അതിനെ കൈകാര്യം ചെയ്യാവുന്ന കാര്യമാണ്. രണ്ടാമത് അവർ പറഞ്ഞ റിജൈം ചേഞ്ച്, അതായത് ഇറാനിലെ ഭരണമാറ്റം. അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമാറ്റമാണ് അവർ ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ ഈ നടത്തിയ കലാപരിപാടി കൊണ്ടൊന്നും അത് സാധിക്കില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അതുമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ ചികഞ്ഞു നോക്കിയാൽ ശരി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ലക്ഷ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് മുജ്താബ ഒരുപക്ഷെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഇറാനെ മാറ്റിയെടുക്കാം എന്ന് അവർക്ക് വാക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രഹസ്യ അഗ്രിമെൻ്റ് അവർ തമ്മിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുജ്താബയ്ക്ക് വേണ്ടി അമേരിക്കയും ഇസ്രായേലും നടത്തിയ ഒരു യുദ്ധമാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഇത് അങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ തിരിച്ചറിയും?
നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൽ ഇറാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പിന്മാറാനുള്ള ഒരു താല്പര്യം നാളെ കാണിച്ചാൽ, അതായത് ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തിയ അമേരിക്കയോടും ഇസ്രായേലിനോടും മതിയായ പ്രതികാരമൊന്നും ചെയ്യാതെ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും കാരണം പറഞ്ഞ്, മറ്റേതെങ്കിലും റീസൺ പറഞ്ഞ് ഉപരോധം നീക്കുന്നത് ഒഴിച്ച്, ഉപരോധം നീക്കുന്ന ഒരു വ്യവസ്ഥയുമായിട്ട് അമേരിക്ക വന്നിട്ട് ഇവർ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് തീർച്ചയായിട്ടും ഒരു വലിയ വിജയമായിട്ട് പറയാം. പക്ഷേ അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് ഇറാൻ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ കരുതുന്ന ഈ കാര്യം ഏതാണ്ട് ശരിയാണെന്ന് തന്നെയാണ്. കാരണം മുസ്താബയെ ഇറാൻ്റെ പരമോന്നത നേതാവാക്കാൻ വേണ്ടി നടത്തിയ വളരെ വലിയൊരു നാടകമായിരുന്നു യുദ്ധം എന്ന് അപ്പോൾ നമുക്ക് അനുമാനിക്കാൻ പറ്റും. ഇത് ഒരു തിയറി. ഇനി അടുത്ത തിയറി എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ട്രംപ് ഇറാനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചെടുത്തത്, മനഃപൂർവ്വമായിട്ട് വലിച്ചെടുത്തത്, ഇതൊരു പ്രാദേശിക യുദ്ധമായിട്ട് മാറും എന്ന് ട്രംപിന് അറിയാമായിരുന്നിട്ടും അതിനിറങ്ങി പുറപ്പെട്ടത് എന്തിനാന്ന് ചോദിച്ചാൽ അമേരിക്കയിലുള്ള ഇസ്രായേലിലുള്ള ചില ആയുധ മാഫിയകൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഇറാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് ഇറാൻ എല്ലാ ആൾക്കാരെയും ആക്രമിക്കുമ്പോൾ, ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ പറ്റും വളരെ വലിയ ഓർഡറുകളാണ് ഇനി ആയുധങ്ങൾക്ക് വേണ്ടി ഈ രാജ്യങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ഭീമമായ തുക തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ആയുധങ്ങൾ സംഭരിപ്പിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കും. അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ നവീകരിക്കുന്നതിനും പുതിയ പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിനും ഒക്കെയായിട്ട് വളരെ വലിയ തുക ഇവരിനിയും ചെലവഴിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ആ ഏരിയയിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും യുദ്ധം മൂലം വലിയ പ്രശ്നമുണ്ടായിരിക്കുകയാണ്. ഇറാനെ നേരിട്ട് അവർക്ക് ആക്രമിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ സുരക്ഷ തങ്ങൾ തന്നെ ഉറപ്പാക്കേണ്ടതാണ് എന്നുള്ള ചിന്തയിൽ തീർച്ചയായിട്ടും അവർ വലിയ വലിയ ഓർഡറുകൾ ആയുധങ്ങൾക്ക് വേണ്ടി നൽകാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി ട്രംപ് നടത്തിയ ഒരു ശ്രമമായിരുന്നു ഈ യുദ്ധം എന്നതാണ് ഒന്ന്. ഒപ്പം തന്നെ മറ്റൊരു ലക്ഷ്യം കൂടി ട്രംപിന് ഇതിലൂടെ ഉണ്ട്. അതായത് ഇറാൻ ഇങ്ങനെ യുദ്ധം ചെയ്ത് ഇറാൻ ഹോർമോസ് അടയ്ക്കുമ്പോൾ അതിന് നേട്ടം കിട്ടുന്നത് അമേരിക്കയ്ക്കാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആൾക്കാർക്ക് എണ്ണ കിട്ടാതെ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ അമേരിക്കയുടെ പക്കലുള്ള എണ്ണ, ഇപ്പോൾ അമേരിക്ക വെനസ്വേല പിടിച്ചെടുത്തു, അവിടുത്തെ എണ്ണ വിൽക്കാനായിട്ടുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പക്കലുള്ള സ്റ്റോക്ക് വളരെയധികമായിട്ട് വിറ്റഴിക്കാൻ അവർക്ക് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളെ മനഃപൂർവ്വമായിട്ട് ചതിച്ചുകൊണ്ട് തൻ്റെ പക്കലുള്ള ഓയിൽ, വെനസ്വേലയിൽ നിന്നും മറ്റുമുള്ള എണ്ണ ലോക മാർക്കറ്റിൽ വിറ്റഴിക്കാൻ ഇന്ത്യക്കും പാകിസ്ഥാനും അതുപോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ വിൽക്കാൻ വേണ്ടി അമേരിക്ക ഉപയോഗപ്പെടുത്തിയ ഒരു യുദ്ധം. ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ ഹോർമോസ് വഴി ഇറാൻ്റെ ഓയിൽ ആവശ്യം പോലെ പുറത്തേക്ക് പോകുന്നുണ്ട്. മറ്റു രാജ്യങ്ങളുടെ ഓയിലാണ് പോകാത്തത്. ഇറാൻ്റെ കപ്പലുകൾ എല്ലാ ദിവസവും എണ്ണ നിറച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് തിയറികളിൽ ഏതെങ്കിലും ഒന്ന് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളവയാണ്. അതിലാദ്യത്തേത് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നൊന്നല്ല, പക്ഷേ സാധ്യതയുള്ള ഒന്നാണ്. രണ്ടാമത്തേത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരു തിയറിയാണ്. കാരണം ട്രംപ് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടേണ്ട മറ്റൊരു കാരണം എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. മറ്റൊരു കാരണവുമില്ല. ഏതാണ്ട് പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു യുദ്ധത്തിലേക്ക് ട്രംപ് ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആയുധ കച്ചവടം തന്നെയാണ്. ഈ ഒരൊറ്റ യുദ്ധത്തിലൂടെ കോടിക്കണക്കിന് ബില്യൺസ് ഓഫ് ഡോളറിൻ്റെ ആയുധ വ്യാപാരമാണ് നടക്കാൻ പോകുന്നത്. എന്തു തന്നെയായാലും ശരി, ഒരു മേഖലയിലെ ആൾക്കാരെ മൊത്തം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ഈ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക കണ്ട ഏറ്റവും മോശപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തേക്കാണ് കൂപ്പുകുത്തിയിരിക്കുന്നത്. ട്രംപിനെ വളരെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഇസ്മായിൽ ഖാൻ എന്നാണ്. അദ്ദേഹം ഫയർ സർവീസിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം ട്രംപ് തന്നെ ഇത്തവണത്തെ പ്രസിഡൻ്റ് ആകുമെന്ന് കൃത്യമായിട്ട് പ്രവചിച്ചിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹവും ട്രംപിനെ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിയിരുന്നത്. ഞാൻ ട്രംപിനെ തുടക്കത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. ട്രംപ് ചില നല്ല തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിലൊന്നാമത്തേത് വാക്സിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഈ വാക്സിനുകൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മെഡിക്കൽ സയൻസിൻ്റെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. അത് തട്ടിപ്പാണ് എന്ന് വളരെ പരസ്യമായിട്ട് പറഞ്ഞ ഒരു പ്രസിഡൻ്റാണ് ട്രംപ്.
വാക്സിൻ മൂലമാണ് അമേരിക്കയിലെ കുട്ടികൾക്കൊക്കെ നിരവധി രോഗങ്ങളുണ്ടാകുന്നത്, ഓട്ടിസം ഉൾപ്പെടെയുള്ള രോഗങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് അദ്ദേഹം വാക്സിനെതിരെ വളരെ ശക്തമായ നിലപാടെടുത്ത ഒരു വ്യക്തിയാണ്. കൊറോണ എന്ന തട്ടിപ്പ് മഹാമാരി ഇവിടെ കൊണ്ടാടിയപ്പോൾ അതിനെതിരെ നിലപാടെടുത്ത ഒരു പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു പുതിയ തട്ടിപ്പ് കയറി വന്നിട്ടുണ്ട്. അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന വ്യക്തിയാണ് ട്രംപ്. ഞാനും അതേ നിലപാടുകാരനാണ്. അതുകൂടാതെ ഡൊണാൾഡ് ട്രംപ് എടുത്ത ചില നല്ല തീരുമാനങ്ങൾ, എനിക്കിഷ്ടപ്പെട്ട ചില നല്ല തീരുമാനങ്ങളിൽ ഒന്ന്, അദ്ദേഹം WHO എന്ന് പറയുന്ന ഉഡായിപ്പ് പ്രസ്ഥാനത്തിൽ നിന്നും പിന്മാറി, യുണൈറ്റഡ് നേഷൻസിൽ നിന്നും പിന്മാറി. ഈ യുണൈറ്റഡ് നേഷൻസും WHO ഒക്കെ ചില ആൾക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ്. നിങ്ങൾ കണ്ടതാണ് ഗാസ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ യുണൈറ്റഡ് നേഷൻസിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം നടക്കുന്നു, എന്തെങ്കിലും ഗുണം അവരെ കൊണ്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ സംഘടന? ചില വ്യക്തികളുടെ, ചില രാജ്യങ്ങളുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പ് സംഘടനയാണ്. അതുകൊണ്ടാണ് ട്രംപ് അതിൽ നിന്ന് പിന്മാറിയത്. WHO അതുപോലെ തന്നെ ചില മരുന്ന് കമ്പനികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ആപ്പീസ്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം എന്നെ ഇമ്പ്രസ് ചെയ്യിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രവൃത്തി, അദ്ദേഹം ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെയും തുടച്ചു നീക്കുന്ന ഒന്നാണ്. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെയൊക്കെയാണ് യുദ്ധം നടന്നതെങ്കിൽ, അതായത് നമ്മൾ എങ്ങനെയാണ് മുമ്പ് ചിന്തിച്ചിരുന്നത്, അമേരിക്കയുടെ അഹങ്കാരം കൊണ്ടും ഇറാനെ അവരുടെ കാൽക്കീഴിലാക്കാൻ വേണ്ടിയും അവർ നടത്തിയ ഒരു ശ്രമമായിരുന്നു ഇതെങ്കിൽ, അങ്ങനെ തന്നെയാണ് കാര്യമെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഇന്നേ വരെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന എല്ലാ വ്യക്തികളെക്കാളും ഏറ്റവും വലിയ കടുത്ത പരാജയം ഏറെ വൈകാതെ നുണയാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ ആ 2 തിയറികളും ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഇറാൻ്റെ തുടർന്നുള്ള നിലപാടിൽ നിന്നും അറിയാനും പറ്റും. കാത്തിരിക്കാം. താങ്ക് യു.